കാസർഗോഡ് SP സംസാരിക്കുന്നു. അവിടെ നടന്ന അപകടവുമായി ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് 6 പേര് മരിച്ചു, 2 പേര് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലാണ്. അതിൽ ഒരാളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ടുണ്ട്. ടോട്ടൽ 6 പേര് മരിച്ച ആൾക്കാർ 6 പേര് ഓട്ടോറിക്ഷ ഉള്ള ആൾക്കാരാണ്. ഹൈദർ അലി പറയുന്ന ഓട്ടോ ഡ്രൈവർ, ഖദീജ, അസീഫ, പിന്നെ അതുപോലെ നസീമ, പിന്നെ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവമ്മ പറയുന്ന 72 ഇയർ ഓൾഡ് ഉള്ള ഒരു ലേഡി. മൊത്തം 6 പേരാണ് മരിച്ചത്. കാസർഗോഡ് നിന്ന് മംഗലാപുരം വരുന്ന ഒരു ബസ്, കാരണം KSRTC കർണാടക സ്റ്റേറ്റ് RTC ബസ് വേഗത്തിൽ വരുന്ന സമയം നിയന്ത്രണം വിട്ടിട്ട് ഒരു അടിച്ചിട്ട് ഇവിടെ ആദ്യം കാണുന്ന ഓട്ടോറിക്ഷ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഓട്ടോറിക്ഷ അടിച്ചു ആദ്യം ഫ്രണ്ടിൽ നിന്ന്. പിന്നെ അതേ വണ്ടി ബാക്ക് സൈഡിൽ വന്നിട്ട് ബാക്കിലുള്ള കുറച്ച് പെഡസ്ട്രിയനും ബാക്ക് സൈഡിലുള്ള ഓട്ടോനും ഇടിച്ചു. പെഡസ്ട്രിയൻസ് ഈ ബാക്ക് സൈഡിലായിരുന്നു, ഓട്ടോ ഫ്രണ്ടിലാണ് ഉള്ളത്. ഓട്ടോയിലുള്ള 6 പേരാണ് ഇപ്പോൾ നിലവിൽ മരിച്ചിട്ടുള്ളത്. ഇവരെല്ലാം കർണാടക സ്വദേശികളാണ്. എല്ലാവരും കർണാടക സ്വദേശികളാണ്, കേസറോഡുള്ള ആൾക്കാരാണ്. നിലവിൽ 2 പേർക്ക് പരിക്കുണ്ട്. അതിൽ ലക്ഷ്മി പറയുന്ന ഒരു ലേഡിക്ക് പരിക്ക് കുറച്ച് ഗുരുതരമാണ്. ആ കാര്യങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ നിലവിൽ MVD ഒരു 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. MVD പരിശോധന കഴിഞ്ഞിട്ട് നമുക്ക് നിഗമനം എത്തും. നിലവിൽ FIR എടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ഡ്രൈവർ, കണ്ടക്ടറിനെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവർ പറയുന്ന കാര്യം, ബസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞ ബ്രേക്ക് ഫെയിലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധിക്കാം. മറ്റു കാര്യങ്ങൾ ബസ്സിൻ്റെ വേഗം എവിടെ നിന്നാണ് കയറിയത് ഹൈവേയിൽ, ആ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. താങ്ക് യു. ഇപ്പോൾ കാസർഗോഡ് SP BV വിജയ ഭരത് റെഡ്ഡി IPS അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അവിടെ തലപ്പാടിയിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് 6 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പോലീസ് നൽകുന്നത്. 2 പേരുടെ പരിക്ക് കൂടി അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. അരുൺ, ഈ 6 മരണം എന്നാണല്ലോ ഇപ്പോൾ SP പറയുന്ന അരുൺ? ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളെ കണ്ടത് മരണസംഖ്യ ഉയരുന്നു എന്ന വിവരമാണ് SP പങ്കുവച്ചത്. ഈ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ബസ് ഫിറ്റ്നസ് പൂർണ്ണമായും നഷ്ടപ്പെട്ട ബസ്സാണ്. വലിയ രീതിയിലുള്ളൊരു അപകടമായിരുന്നു. ഈ ബസ് കാത്തു നിന്ന ആളുകൾക്ക് നേരെയും അതുപോലെ തന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് ഈ ബസ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ മരിച്ചവരുടെ പേരുവിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചിട്ടുണ്ട്. ഹൈദർ അലി എന്നാണ് പേര്. ആയിഷ, ഹസ്ന, ഖദീജ, നഫീസ, ഹവമ്മ എന്നിങ്ങനെയാണ്. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവറും മറ്റുള്ള ആളുകളൊക്കെ തന്നെ സ്ത്രീകളാണ്. 5 പേർ സ്ത്രീകളും ഒരാൾ ഓട്ടോറിക്ഷ ഡ്രൈവറുമാണെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ പേരുവിവരങ്ങൾ എങ്ങനെയാണ്? ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദർ, യാത്രക്കാരായ ആയിഷ, ഹസ്ന 11 വയസ്സാണ്, ഖദീജ, നഫീസ, ഹവമ്മ എന്നിങ്ങനെയാണ് ഈ മരിച്ചവരുടെ പേരുവിവരങ്ങൾ പറയുന്നത്. ഈ മരിച്ചവരെല്ലാവരും തന്നെ കർണാടക സ്വദേശികളാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് SP ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. ഈ ബസ് അമിത വേഗതയിൽ എത്തിയ ബസ്സാണ്. പൂർണ്ണമായും ആ ഓട്ടോറിക്ഷയെ ഇടിച്ചു തകർത്ത് ബസ് കറങ്ങിക്കൊണ്ടാണ് താഴേക്ക് പതിക്കുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നു. ആ CCTV ദൃശ്യങ്ങളിലും പറയുന്നത്, ഈ ബസ് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് ബസ് കറങ്ങി പുറകോട്ടേക്ക് വരികയായിരുന്നു. ആദ്യത്തെ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ആ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർത്തതിന് ശേഷം ബസ് കറങ്ങി പുറകോട്ട് വരികയായിരുന്നു. അങ്ങനെ പുറകോട്ട് വന്ന ബസ് വീണ്ടും മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്ന CCTV ദൃശ്യമായിരുന്നു നമുക്ക് ലഭ്യമായത്. വലിയ പരിക്കുണ്ട്. വലിയ രീതിയിലുള്ളൊരു അപകടമാണ് ഉണ്ടായത്. 6 പേരുടെ മരണം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ കർണാടകത്തിലെ യോനപ്പായ ആശുപത്രിയിലും അതുപോലെ തന്നെ ഇവിടെ മംഗൾപാടിയിലെ ആശുപത്രിയിലുമാണ് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഒരാളുടെ പരിക്ക് കൂടി അതീവ ഗുരുതരമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് ഈ അപകടത്തിന് ഇടയാക്കിയത് കർണാടക ബസ്സിൻ്റെ അമിത വേഗതയാണ്. അത് ഈ മഴയും കൂടി ഉണ്ടായിരുന്നു. ബസ്സിന് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ പോലീസിന് കൊടുത്ത മൊഴി. ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ബസ്സിൻ്റെ ഫിറ്റ്നസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇനി മോട്ടോർ വാഹന വകുപ്പ് ഇവിടേക്ക് എത്തേണ്ടത്, ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ബസ് എന്തായാലും പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. അതായത് ബസ്സിൻ്റെ ടയറൊക്കെ തന്നെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട ബസ്സാണെന്നും പറയുന്നുണ്ട് ഉന്മേഷം.
ശരി, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ അപകടത്തിൽ മരണസംഖ്യ 6 ആയിരിക്കുന്നു. ഒരാളുടെ നില ഗുരുതരം എന്നുകൂടി ഇപ്പോൾ കാസർഗോഡ് SP അറിയിക്കുന്നുണ്ട്.